ഹായ്, എക്സാം തൊട്ടടുത്ത് വന്ന് നിൽക്കുകയെന്നറിയാം. പക്ഷേ ഇനിയുള്ള സമയത്തും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ടൈമുണ്ട്. നിങ്ങളിൽ ഒരുപാട് പേർക്ക് പഠിച്ച കാര്യങ്ങൾ എക്സാമിൻ്റെ ടൈമിൽ എഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ തന്നെ ഇപ്പോഴത്തെ ഒരു ലെവലിൽ നിന്നൊരു 50 മാർക്കെങ്കിലും എക്സ്ട്രാ ഇമ്പ്രൂവ് ചെയ്യും. സോ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഞാൻ മുമ്പുള്ള വീഡിയോസിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റും ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കണ്ടാൽ മതി. ആദ്യത്തെ കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും സ്പീഡിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പേര് ക്വസ്റ്റ്യൻ ഭയങ്കര സ്പീഡിൽ ഒരു വെപ്രാളം പിടിച്ച് വായിച്ച് തീർക്കാൻ നോക്കും. അങ്ങനെ വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് രണ്ടാമതും മൂന്നാമതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടായിരിക്കും അതൊന്ന് തലയിൽ കത്തുന്നത്. സോ നിങ്ങൾ സ്പീഡ് കൂട്ടാൻ നോക്കി ആക്ച്വലി സ്ലോ ആകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറ്റത്തവണ തന്നെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചൊന്ന് സാവധാനം വേണം ആ ക്വസ്റ്റ്യൻ വായിക്കാൻ. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ഒറ്റത്തവണ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അത്യാവശ്യം ഒന്ന് കാമായിട്ട് വേണം ആ ക്വസ്റ്റ്യൻ വായിക്കാൻ. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പും ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. നീട്ടിയൊരു ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആയിട്ട് നിങ്ങൾക്കൊരു 20 സെക്കൻഡിൻ്റെ ഒരു വിൻഡോ കിട്ടും കുറച്ചൊന്ന് ശാന്തമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാനുള്ളത്. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസറിലോട്ട് എത്തുന്ന ആ ഭാഗത്താണ് സ്പീഡ് കൂട്ടേണ്ടത്. കുറച്ച് പേര് എന്നോട് സ്പീഡും ആക്യുറസിയും ഒക്കെ കൂട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചായിരുന്നു. അപ്പം അതിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളത്. സോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫുള്ള് മാക്സിമം സ്പീഡിൽ പോകുക എന്നുള്ളതല്ല, ആ പറഞ്ഞ ടൈം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള. അതിൽ ചില ഭാഗത്ത് നമ്മൾ കുറച്ച് സ്ലോ ആക്കണം, ചില ഭാഗങ്ങളിൽ സ്പീഡ് ആക്കണം. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ വായനയിൽ തന്നെ അത് ക്ലിയർ ആക്കാൻ നോക്കണം. രണ്ടാമത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ ഈ എക്സാം ഒരാൾക്ക് പോലും ഈ 3 മണിക്കൂർ 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മുടെയൊക്കെ ബ്രെയിനിന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വരെയൊക്കെ മാക്സിമം ഒരേ ഫോക്കസിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ വെച്ച് മൈൻഡ് ഔട്ടായി പോകുന്ന പോലെയും ബ്ലാങ്ക് ആയി പോകുന്ന പോലെയും അതുപോലെ കുറച്ച് ഉറക്കം വരുന്ന പോലെയൊക്കെ തോന്നുന്നത്. ഇങ്ങനെ വരുമ്പോൾ മൈൻഡ് ഒന്ന് റീസെറ്റ് ചെയ്യാതെ ആ ഒരു ക്ഷീണം വെച്ച് പിന്നെയും ഫുൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്ലോ ആകുകയും ചെയ്യും. കെയർലെസ് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അതുപോലെ ക്വസ്റ്റ്യൻ വായിച്ച് ശരിക്കും അങ്ങോട്ട് മനസ്സിലാകാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അടുത്ത് എഴുതാൻ പോകുന്ന മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾ ജസ്റ്റ് പേനയൊക്കെ ഒന്ന് താഴെ വെച്ച് ഒരു 15 to 20 സെക്കൻഡ്സ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കണം. ഇതിനെ നമുക്ക് പല രീതിയിൽ ഓവർകം ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ആ എക്സാം എഴുതുന്നൊന്ന് നിർത്തിയിട്ട് കുറച്ച് ദൂരോട്ടൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി ഒരു ശ്വാസമൊക്കെ എടുത്തിരുന്നാൽ മതി. നിങ്ങൾ കുറേ നേരമായിട്ട് ഒരേ ലെവലിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കണ്ണിനും ചെറിയ റെസ്റ്റ് കൊടുത്ത് ബ്രെയിനിനും ചെറിയൊരു ഡിസ്ട്രാക്ഷൻ, ഒരു 20-30 സെക്കൻഡ്സിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ കൊടുക്കുമ്പോഴേക്കും അത് റീസെറ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ കണ്ണടച്ചിട്ട് ഒരു 15 to 20 സെക്കൻഡ്സ് ബാക്കോട്ട് കൗണ്ട് ചെയ്യാം. അതായത് 20, 19, 18 ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്തും ആ ഒരു പ്രോസസ്സിലോട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഫോക്കസ് പോകും. അപ്പോൾ ഈ എക്സാമിൻ്റെ സ്ട്രെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് നമ്മളങ്ങ് മറക്കും. ഈ സമയം കൊണ്ട് ഒന്ന് റീസെറ്റ് ആവും. പിന്നെ നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഓക്കെ ആയിക്കോളും. ഇനി ഇങ്ങനെ ചെയ്തിട്ടും വർക്ക് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന സബ്ജക്റ്റ് മാറ്റിയിട്ട് വേറൊരു സബ്ജക്റ്റിലോട്ട് ചാടുക. കൂടുതൽ പേർക്കും ബയോളജി അങ്ങനെ എഴുതി പോകുമ്പോഴായിരിക്കും ഈ പറഞ്ഞൊരു മടുപ്പ് ഇടയ്ക്ക് വെച്ച് വരുന്നത്. അപ്പം നിങ്ങൾ അവിടെ വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫിസിക്സിലോട്ടോ കെമിസ്ട്രിയിലോട്ടോ പോയാൽ മതി. അങ്ങനെ ഒരു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ അറിയണം ഇങ്ങനെ ഇടയ്ക്കൊരു മടുപ്പ് വരുന്നത് നോർമലാണ്. ആൻഡ് അത് ഓവർകം ചെയ്യാൻ നമ്മളൊരു 30 സെക്കൻഡ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എക്സാം എഴുതുമ്പം ഒരു 45 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിനുള്ളിൽ ആൻസർ കിട്ടുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഫസ്റ്റ് ഒരു റൗണ്ട് ചെയ്ത് പോകണം. ഫിസിക്സിലെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ അതിൻ്റെ കാൽക്കുലേഷൻ കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് റൗണ്ടിലോട്ട് മാറ്റി വെക്കണം. നമുക്ക് അറിയാവുന്ന സാധനമാണെങ്കിലും നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് പോകുന്ന വഴിക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റക്ക് ആയാൽ പിന്നെ അത് അവിടെ ഇട്ടിട്ട് പോയി വീണ്ടും സെക്കൻഡ് റൗണ്ട് വന്നിട്ട് ആ സെയിം ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം തൊട്ട് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ തുടക്കത്തിലേ അവോയ്ഡ് ചെയ്യാം. ഫസ്റ്റ് ഒരു റൗണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു 45 സെക്കൻഡ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 1 മിനിറ്റിനുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം, നമുക്ക് ആൻസർ ഡെഫിനറ്റ് ആയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഒരു റൗണ്ട് ചെയ്ത് പോവാം. നിങ്ങൾ ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് പോകുമ്പം കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് വരുമ്പോഴും നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറഞ്ഞു തുടങ്ങും. ഇങ്ങനെ സ്ട്രെസ് കുറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മെമ്മറി റീകോളിങ്ങും അതുപോലെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഒക്കെ പതുക്കെ ഇമ്പ്രൂവ് ആകും. അതുകൊണ്ട് സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ളതും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു സജഷൻ, ഈ സെക്കൻഡ് റൗണ്ടിലും നിങ്ങൾക്ക് ലെങ്തി ആയിട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം കൂടെ ഒന്ന് ചെയ്തു പോവാം. അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു തേർഡ് റൗണ്ടിനുള്ള സമയം കൂടെ കിട്ടും. ആ തേർഡ് റൗണ്ടിൽ നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേർഡ് റൗണ്ട് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ സ്ട്രെസ് ലെവൽ അത്യാവശ്യം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ ചിലതൊക്കെ കിട്ടി തുടങ്ങും. എനിക്ക് അങ്ങനെയൊക്കെ കിട്ടിയായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെയൊക്കെ കിട്ടും. സോ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് റൗണ്ട് നല്ല സ്പീഡിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ സെക്കൻഡ് റൗണ്ട് അത്യാവശ്യം എഫക്റ്റീവ് ആക്കാൻ പറ്റും.
ഇങ്ങനെ സെക്കൻഡ് റൗണ്ട് എഫക്റ്റീവ് ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തേർഡ് റൗണ്ടിനുള്ള കുറച്ചൊരു സമയം കൂടെ കിട്ടും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് മാക്സിമം അപ്ലൈ ചെയ്യാനും പറ്റും, അതുപോലെ മാക്സിമം സ്കോർ ചെയ്യാനും പറ്റും. അടുത്ത പോയിന്റ്, നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ സ്പീഡിൽ പോകുന്ന വഴിക്ക് പല കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസും കാണും. അതൊന്നും കണ്ട് നിങ്ങൾ സ്ട്രെസ് ആകരുത്. നിങ്ങളുടെ എക്സാമിന് ഒരുപാട് ഈസി ക്വസ്റ്റ്യൻസ് ഒരു കോംപ്ലിക്കേറ്റഡ് കോസ്റ്റ്യൂമും ഇട്ട് നിങ്ങളെ സ്ട്രെസ് ആക്കാൻ വേണ്ടി ഇരിക്കുന്നതുണ്ടാവും. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ സെക്കൻഡ് റൗണ്ട് വന്ന് കുറച്ച് സമാധാനമായിട്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിക്കോളും. സോ ഇനിഷ്യലി വായിക്കുമ്പോൾ ടഫാന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് കണ്ട് നിങ്ങൾ പേടിക്കരുത്. അങ്ങനത്തെ ഒരു 4-5 ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യമേ കാണുന്നത്. അത് കണ്ട് നിങ്ങൾ ഡൗൺ ആകരുത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ബാലൻസ് ഉണ്ട്. ഇൻ കേസ് ഇത് ശരിക്കും ടഫ് ആണെങ്കിൽ പോലും ബാക്കിയുള്ള പേപ്പർ അതിനനുസരിച്ചൊക്കെ എളുപ്പമായിരിക്കും. സോ ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ് ആഫ്റ്റർ റീഡിംഗ് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. അടുത്ത പോയിന്റ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ക്വസ്റ്റ്യൻസ് വലിയ പാരഗ്രാഫ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫുൾ ആയിട്ട് വായിക്കുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വലി അവർ ആ പാരഗ്രാഫ് വായിച്ചിട്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ആദ്യമേ ഒരു ഐഡിയ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണോ, ഇൻകറക്റ്റ് കണ്ടുപിടിക്കാനാണോ, അതോ ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തുള്ള വല്ല മാത്സ് ദ ഫോളോയിങ് ആണോ, ആ പാരഗ്രാഫിന്റെ അകത്തു നിന്നുള്ള എന്തെങ്കിലും കാൽക്കുലേഷൻ ആണോ, ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഫുൾ പാരഗ്രാഫ് വായിക്കാൻ. സോ ആ ബേസിക് ക്വസ്റ്റ്യൻ എന്നുള്ളത് മിക്കവാറും ലാസ്റ്റ് സെന്റൻസിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ആയിരിക്കും. സോ അത് ആദ്യമേ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. വലിയ ക്വസ്റ്റ്യൻസിന്റെ ആകെയുള്ള പ്രശ്നം അത് വായിക്കാൻ എടുക്കുന്ന സമയമാണ്. സോ അതുപോലുള്ള ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ടൈംസ് വായിക്കേണ്ട ഒരു ആവശ്യം വരരുത്. അടുത്തൊരു മിസ്റ്റേക്ക് നിങ്ങൾ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിലാണ്. കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു OMR ഷീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇഷ്ടംപോലെ സ്ട്രാറ്റജികളാണ്. കുറേ പേര് ഒരു ഫുൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് അത് മൊത്തം മാർക്ക് ചെയ്യുന്നത്. കുറച്ച് പേര് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു 10 മിനിറ്റിലാണ് കംപ്ലീറ്റ് മാർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അതിന് ആൻസർ കിട്ടി, അത് മാർക്ക് ചെയ്യുമ്പം ഇൻ കേസ് അത് മാറിപ്പോയാൽ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ പോകത്തുള്ളൂ. അതേസമയം നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ ഒരുമിച്ചാണ് മാർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്നാൽ ഇത് മൊത്തത്തിൽ അങ്ങ് പോകും. അതേപോലെ തന്നെ ലാസ്റ്റത്തേക്ക് കുറേ മാർക്ക് ചെയ്യാൻ വെച്ചാലും ഭയങ്കര റിസ്ക് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ എക്സാം ഹാളിലുള്ള ഇൻവിജിലേറ്റേഴ്സ് ഒക്കെ അവരെന്തെങ്കിലും സിഗ്നേച്ചർ മേടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും വന്ന് ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പോൾ നിങ്ങളെ 1 മിനിറ്റ് ഒക്കെ ഡിസ്ട്രാക്ട് ചെയ്യുള്ളൂ. ബട്ട് എല്ലാം കൂടെ നിങ്ങൾ ലാസ്റ്റത്തേക്ക് വെച്ചത് കൊണ്ട് ആ ചെറിയ ഡിസ്ട്രാക്ഷൻസ് പോലും നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് കൂട്ടും. സോ അങ്ങനെ ഒരു സ്ട്രാറ്റജി മാക്സിമം ഒഴിവാക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടുമ്പോൾ അപ്പം തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് പോവുക. ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് സില്ലി മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടും ഒരു നീട്ടിയൊരു ശ്വാസം എടുക്കുക. ഓക്കെ, എനിക്ക് എക്സാമിൻ്റെ സമയത്ത് ഏറ്റവും പേടിയുള്ളത് ഈ മാർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് ഒരു ശ്വാസം നീട്ടി എടുത്താലേ എനിക്കത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ദിസ് മേ നോട്ട് ബി ദ ഫാസ്റ്റസ്റ്റ് വേ, ബട്ട് ദിസ് ഈസ് ദ സേഫസ്റ്റ് വേ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ബ്രത്ത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് ഫുള്ളായിട്ട് ഡീപ്പ് ബ്രത്ത് എടുത്തുകൊണ്ടിരുന്നാൽ വേറെ പ്രശ്നങ്ങൾ വരും. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് ഒരു ശ്വാസം എടുക്കുക. അതുപോലെ ആ ആൻസർ ഒക്കെ കണ്ടുപിടിച്ച് ആൻസർ ബബിൾ ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ശ്വാസം എടുക്കുക. ഓക്കെ, അടുത്ത കാര്യം വീട്ടിലിരുന്ന് പഠിക്കുന്നവരോടാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് മാത്രം മോഡൽ എക്സാംസ് എഴുതരുത്. ഒരു 1-2 ഓഫ്ലൈൻ എക്സാംസ് എങ്കിലും എഴുതണം. നമ്മൾ വീട്ടിലിരുന്ന് എക്സാം എഴുതുന്ന പോലെ അല്ല കോമൺ ആയിട്ട് ഒരു എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ആദ്യമായിട്ട് മെയ് 5-ാം തീയതി ആകരുത്. അതിന് മുമ്പായിട്ട് 1-2 ഓഫ്ലൈൻ എക്സാംസ് എങ്കിലും എഴുതിയിരിക്കണം. ഫൈനൽ പോയിന്റ് ഇസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങളിൽ കുറേ പേർക്ക് ക്വസ്റ്റ്യൻസിനെ പേടിയാണ്. ചില ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ അത് ആൻസർ ചെയ്യാൻ മടിച്ചിട്ട് അതങ്ങ് മാറ്റി വെക്കും. 600 മാർക്ക് കൂടുതൽ ആവശ്യമുള്ളവരൊക്കെ 100 ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്കാണോ വേണ്ടത് അതിനെക്കാട്ടും ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ എക്സ്ട്രാ എങ്കിലും മിനിമം എല്ലാ എക്സാമിനും അറ്റംപ്റ്റ് ചെയ്യണം. അത് കാരണം നെഗറ്റീവ് കൂടുതൽ വന്നാലും കുഴപ്പമില്ല. ഇപ്പം മോഡൽ എക്സാംസ് അല്ലേ, നമുക്ക് ആ ഫൈനൽ മോഡലൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ആ സ്ട്രാറ്റജി ഫൈനലൈസ് ചെയ്താൽ മതി. സോ ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യനെ പേടിച്ചിട്ട് തീരെ ആൻസർ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്തിരുന്നാൽ നിങ്ങളുടെ ശരിക്കുള്ള ടൈം മാനേജ്മെൻറ്റും ആക്യുറസിയും ഒക്കെ എന്താണെന്നുള്ളത് ഒരു ക്ലിയർ പിക്ചർ കിട്ടത്തില്ല. അതുകൊണ്ട് ഇനിയുള്ള എക്സാംസിന് ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. നിങ്ങളൊരു ജനറൽ കാറ്റഗറി ഒക്കെയാണ്, MBBS ആണ് ആഗ്രഹമെങ്കിൽ ഒരു 165-170 ക്വസ്റ്റ്യൻസ് മിനിമം അറ്റംപ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ കാര്യമില്ല. നിങ്ങളിൽ മെജോറിറ്റി ആൾക്കാരും നല്ലോണം ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. നിങ്ങളൊക്കെ ഉദ്ദേശിച്ച ആ മാർക്കിലോട്ടൊന്നും ഇതുവരെ മോഡൽ എക്സാംസിൽ എത്തിയിട്ടുണ്ടാകത്തില്ല. ഇനിയുള്ള 2 ആഴ്ച വർക്ക് ചെയ്താലും വല്ല കാര്യമുണ്ടോ എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. ഇപ്പോൾ 10 വർഷം മുമ്പ് ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്താണെങ്കിൽ ഈ 2 വീക്സിന് മുമ്പുള്ള ഒരു മോഡൽ എക്സാമിന് ഒരു 300 മാർക്കേ ഉള്ളെങ്കിൽ പിന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ ആക്ച്വലി പാടായിരുന്നു. നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ഇത്രയും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ലായിരുന്നു. സ്വന്തമായിട്ട് അത് വായിച്ചെടുക്കണമായിരുന്നു. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഇഷ്ടംപോലെ റിസോഴ്സുകളുണ്ട്. ഇപ്പം സൈലം ആണെങ്കിലും ബ്രില്യൻ്റ് ആണെങ്കിലും ഒക്കെ മാരത്തോൺ ലൈവ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ NCERT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ഫ്രീ ആയിട്ട് പല ചാനലുകളിലും കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പണ്ട് എക്സാം എഴുതിയവർക്ക് അവൈലബിൾ അല്ലായിരുന്നു.
അതുകൊണ്ട് പണ്ടത്തെ കഥകളുമായിട്ട് നിങ്ങളുടെ കഥേനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെയൊക്കെ സ്റ്റോറി യുണീക്കാണ്. നിങ്ങളെപ്പോലെ ഒരാൾ മുമ്പ് ഈ എക്സാം എഴുതിയിട്ടില്ല. സോ 2 വീക്സിൽ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നിങ്ങളുടെ എക്സാമിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആയിട്ട് കണ്ടാൽ മതി. ആസ് എ ഡോക്ടർ നമ്മൾ ചില പേഷ്യൻസിൻ്റെ കണ്ടീഷൻ കാണുമ്പം സേവ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നല്ല സംശയം തോന്നും. സേവ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് തന്നെ തോന്നുമായിരിക്കും. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ ട്രൈ ചെയ്യുന്നത് നിർത്തത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു സെയിം ആറ്റിറ്റ്യൂഡ് വേണം ഈ 2 ആഴ്ച. ബയോളജി നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ അങ്ങ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരും. നമ്മുടെ തന്നെ ബയോളജി ചാലഞ്ച് കുറച്ച് പേരൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതിൽ തന്നെ കുറച്ച് പേരുടെയൊക്കെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് ഇപ്പം തന്നെ പറഞ്ഞു. ഇനി ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിലും നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആണ്. ഈ വീക്ക് ഏരിയാസ് എല്ലാം ഈ മാരത്തോൺ ലൈവൊക്കെ ഒന്ന് ഉപയോഗിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കിയാൽ ചിലപ്പം നല്ലൊരു ഡിഫറൻസ് വരും 2 ആഴ്ച കൊണ്ട്. ആരും ട്രൈ ചെയ്യുന്നത് നിർത്തരുത്. നിങ്ങൾ അത്യാവശ്യം റിവിഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ മാർക്ക് കുറവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസൊക്കെ എടുത്ത് കാണാം. നമ്മൾ ആ പഠിച്ച തിയറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ സ്വന്തമായിട്ട് MCQ പ്രാക്ടീസ് ചെയ്യുമ്പം കുറേയൊക്കെ റെഡിയാവും. സോ ഇതുപോലെ ഇനിയുള്ള 2 ആഴ്ച നിങ്ങൾ റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് ആലോചിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കാനും നമ്മളൊക്കെ കൂടെ ഉണ്ടാവും. സോ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് വറി ചെയ്യണ്ട. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.